നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയും. അപ്പോൾ മനസ്സ് കൂളാക്കി വെച്ച് നിങ്ങൾ റീഡിംഗ് കാണാം കേട്ടോ. പോസിറ്റീവ് മൈൻഡോട് കൂടി ഇരുന്ന് റീഡിംഗ് കാണാം. Queen of Wands ആണ്. 7 of Cups, the Chariot, 3 of Wands, 5 of Pentacles, 3 of Pentacles, Knight of Swords, 7 of Pentacles, King of Swords. ഇവിടെ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ സ്റ്റെക്കായി നിൽക്കുന്ന സിറ്റുവേഷൻ അല്ല. ഇവിടെ കിങ് ഓഫ് സോഴ്സ് എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. അവർ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഒരു ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനായിട്ടാണ് കാണുന്നത്. തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള വഴക്ക്, ഇഷ്യൂസ് ഒക്കെ നടക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവർ തമ്മിൽ നല്ല ടേംസിലല്ല എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ തേർഡ് പാർട്ടിയുടെ ഇഷ്യൂ ആയിട്ട് ഇവിടെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സണ് ഫിനാൻഷ്യൽ ലോസ് വന്നിട്ടുണ്ട്. ഫിനാൻഷ്യൽ ലോസ് മാത്രമല്ല, അവരുമായിട്ട് കണക്റ്റ് ആയിട്ട് നിന്നിട്ടുള്ള എല്ലാവരെയും ഈ ഒരു തേർഡ് പാർട്ടി അകറ്റി നിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവർക്ക് റിലേഷൻഷിപ്പിലും ഇഷ്യൂസ് വന്നിട്ടുണ്ട്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻ ആയിക്കോട്ടെ, അവരുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, അങ്ങനെ എല്ലാവരിൽ നിന്നും ഈ ഒരു തേർഡ് പാർട്ടി ഇവരെ അകറ്റി എന്നുള്ളതാണ്. അങ്ങനെ ഇപ്പോഴവർ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. അവർക്ക് ഫാമിലി നഷ്ടപ്പെട്ടു, ഫ്രണ്ട്സ് നഷ്ടപ്പെട്ടു, അതുപോലെ അവർക്ക് ഫിനാൻഷ്യലി ഉള്ള അവരുടെ ഒരു സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ടു. എല്ലാ രീതിയിലും നിങ്ങളുടെ പേഴ്സൺ ഒരു തകർച്ചയിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ ഫേസ് ചെയ്യുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് അവരിപ്പോൾ അത്രയും സ്ട്രഗിൾ ചെയ്യുന്ന സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ഇവരിപ്പോൾ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ്, അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അവരത്രയും അവിടെ സഹിച്ചു എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ പേഴ്സൺ പക്ഷേ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിലോട്ട് പോയിട്ടുള്ളത് അക്കരെ നിന്നാൽ ഇക്കരെ പച്ച എന്ന് പറയുന്ന പോലെ ആൾക്ക് ഈ തേർഡ് പാർട്ടിയുടെ അടുത്തായിരിക്കും ഏറ്റവും സന്തോഷവും സമാധാനവും ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അവർക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ എല്ലാ രീതിയിലും ഒരു ബെനിഫിറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് തേർഡ് പാർട്ടിയുമായിട്ടുള്ളത് എന്നുള്ളൊരു ചിന്തയിൽ അവർ അതിലോട്ട് പോയിട്ടുള്ളത്, ഒരു ആകർഷിച്ച് അല്ലെങ്കിൽ ആ കാര്യത്തോടുള്ള ഒരു ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് പോയിട്ടുള്ളതായ അവരോടുള്ള ഒരു പെട്ടെന്ന് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അട്രാക്ഷൻ, അതിൻ്റെ പുറത്താണ് ഈ പേഴ്സൺ പോയിട്ടുള്ളത്. അവർ ഈ പേഴ്സണിൽ നിന്ന് ആഗ്രഹിച്ചിട്ടുള്ളത് പല രീതിയിലുള്ള ബെനിഫിറ്റ്സ് ആണ്. പക്ഷേ അതൊന്നും അവർക്ക് കിട്ടുകയല്ല ചെയ്തത്, അതെല്ലാം അവരിൽ നിന്ന് നഷ്ടപ്പെടുന്ന സിറ്റുവേഷനാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത്. ഇവിടെ ലോസിൻ്റെ കാര്യം കാണിക്കുന്നുണ്ട്. വീണ്ടും 2 കാർഡ്സ് ഒരുപോലെ ലോസിനെ കാണിക്കുന്നുണ്ട്. അതായത് ഇവർക്ക് ഫിനാൻഷ്യലി, അതുപോലെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, എല്ലാ രീതിയിലും ബന്ധുക്കൾ അല്ലെങ്കിൽ ഫാമിലി ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, എല്ലാ രീതിയിലും ഇവർക്കിപ്പോൾ സ്ട്രഗിൾ സിറ്റുവേഷനാണ്, എല്ലാം നഷ്ടപ്പെടുന്ന സിറ്റുവേഷനാണ്, എല്ലാ രീതിയിലും ഇവർ തകർന്നടിഞ്ഞ സിറ്റുവേഷനാണ് എന്നാണ് കാണിക്കുന്നത്. അവർക്ക് ഈ ഒരു പേഴ്സണിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള ബെനിഫിറ്റും അല്ല ഉണ്ടായിട്ടുള്ളത്, എല്ലാം നഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ നിങ്ങളുടെ പേഴ്സൺ അത്രയും ദേഷ്യത്തിലാണ്. അവർ ഒരു ഫയർ എനർജിയിലാണ് ഇവിടെ നിൽക്കുന്നത്. അവർ സ്ട്രോങ് ആയിട്ടുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇവിടെ ഇനി ഈ ഒരു പേഴ്സണുമായിട്ട് മുന്നോട്ട് പോവില്ല എന്നുള്ളൊരു തീരുമാനം സ്ട്രോങ് ആയിട്ട് എടുത്തിട്ടുള്ളതായിട്ട് കാണുന്നത്. അത്രയും ദേഷ്യത്തിൽ ആണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്, അത്രയും വഴക്കിലാണ് നിൽക്കുന്നത്, വഴക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന സിറ്റുവേഷനാണ് അവരിപ്പോൾ എന്നാണ് കാണിക്കുന്നത്. അതുപോലെ 3 of Pentacles കാണിക്കുന്നത്
ഇവരിൽ നിന്നും ഈ തേർഡ് പാർട്ടി ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. അത് ഡീൽ ചെയ്തിട്ട് അത് അവരിൽ നിന്ന് നേടിയെടുക്കാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഇവരെ പല കാര്യങ്ങളും പറഞ്ഞ് പറ്റിച്ച് ഇവരിൽ നിന്ന് പണം അവർ സ്വന്തമാക്കിയിട്ടുണ്ട്. അത് എത്രയും വേഗം ഒത്തുതീർപ്പിലോട്ട് കൊണ്ടുപോവുക. അതിനുശേഷം ഈ റിലേഷൻഷിപ്പിൽ നിന്നും പുറത്തു വരിക. ഇതാ നൈറ്റ് ഓഫ് സോഴ്സ് എനർജി പുറത്തു വരിക എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത്. ഈ ഒരു ഫിനാൻഷ്യൽ ഡീലിങ്സ് കഴിഞ്ഞതിന് ശേഷം എന്തായാലും നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡ് ആക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് കൂടി നോക്കാം. മിഷൻ എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒരു മിഷനിലാണ്. അവർക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കുന്ന ഒരു മിഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് കാണിക്കുന്നത്. തിങ്കിങ് എന്നാണ്. നിങ്ങളെക്കുറിച്ച് അവർ ഓർക്കുന്നുണ്ട്. അവരുടെ ഈ ഒരു സ്ട്രഗിൾ സിറ്റുവേഷനിൽ ആകെ ഓർക്കുന്നത് നിങ്ങളെക്കുറിച്ച് മാത്രമാണെന്നാണ് കാണിക്കുന്നത്. ചേഞ്ചിങ് എന്നാണ്. അവർക്ക് പല കാര്യങ്ങളും അവരിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, അവർ ചെയ്യുന്ന റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അവരുടെ ക്യാരക്ടറിലും അവർ ചെയ്യേണ്ട രീതിയിലും ഒക്കെ ചേഞ്ചസ് അവർ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ലൈഫിലോട്ട് വരുന്ന ഇങ്ങനെയുള്ള അതായത് കാർമിക് ആയിട്ടുള്ള പേഴ്സൺസ് എന്ന് പറയുന്നത് അവർ നമുക്ക് തരുന്നത് ലെസൺസ് ആണ്. നിങ്ങൾ എങ്ങനെ ആവാൻ പാടില്ല, നിങ്ങൾ എങ്ങനെ ആവണം എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു കാർമിക് സിറ്റുവേഷനിലുള്ള പേഴ്സൺസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലെ കാർമിക്കാണ് ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അവരിൽ നിന്നും നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ അനലൈസ് ചെയ്യാനും പഠിക്കാനും ഉണ്ട്. അപ്പോൾ അത് പഠിക്കുന്ന ഒരു സിറ്റുവേഷനാണിത്. അല്ലാതെ അവർ സ്വയം മാറുകയോ സ്വയം എന്തെങ്കിലും തിരിച്ചറിവിലോട്ട് വരികയോ ഒന്നും ചെയ്യില്ല. നമുക്ക് ലൈഫിൽ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മൾ അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുള്ളൂ. അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുമ്പോൾ അത് വെറും ഒരു കഥയാണ് അല്ലെങ്കിൽ വെറും ഒരു ഉപദേശമാണ് എന്നുള്ള രീതിയിൽ മാത്രമേ ആരായാലും, അതിപ്പോൾ നിങ്ങളാണെങ്കിലും അതിനെ അങ്ങനെ കാണുള്ളൂ. പക്ഷേ അത് ലൈഫിൽ നമുക്ക് അനുഭവത്തിൽ വരണം, നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ മാത്രമാണ് ശരിയായിരുന്നു, ഇങ്ങനെ ആയിരുന്നു ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ പേഴ്സൺ ഒരു ചേഞ്ച് വരാൻ അവർ ശരിക്ക് എന്തായിരുന്നു ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്നുള്ളത് അവർക്ക് റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് കൊടുത്തിട്ടുള്ള ഒരു ടൈമാണിത്. അപ്പോൾ ആ ഒരു ടൈമിൽ അത് അവർ അനലൈസ് ചെയ്യുകയും അതിനനുസരിച്ച് അവരുടെ ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു ടൈമാണിത്. അപ്പോൾ അങ്ങനെ ആ ഒരു ചേഞ്ച് അവർ കൊണ്ടുവരുമ്പോൾ അത് ലൈഫിൽ ബെനിഫിറ്റ് ആവാൻ പോകുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങൾക്കാണ് അത് ബെനിഫിറ്റ് ആവുക. കാരണം നിങ്ങളിലേക്കാണ് അവർ തിരിച്ചു വരുന്നത്. അപ്പോൾ നിങ്ങൾക്കാണ് അത് ബെനിഫിറ്റ് ആവുക. അതുപോലെ നിങ്ങളുടെ ലൈഫിൽ ഒരു കാർമികമായിട്ടുള്ള പേഴ്സൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ അത് നിങ്ങൾക്ക് തരുന്നത് എന്തിനാണ്, നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾക്ക് അതിൽ നിന്ന് വിഷമം ഉണ്ടാവും. പക്ഷേ ആ ഒരു വിഷമം എന്ന് പറയുന്നത് നമ്മൾ പല കാര്യങ്ങൾ പഠിപ്പിക്കുന്ന അതിന് വേണ്ടിയിട്ടുള്ള ഒരു പെയിനാണത്. ഓക്കെ, നമ്മൾ പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുമ്പോൾ മനസ്സിലാവില്ല, നമ്മളത് ഉൾക്കൊള്ളില്ല. പക്ഷെ നമ്മൾ നമ്മുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അത് ഉൾക്കൊള്ളും. ഓക്കെ, അപ്പോൾ നമുക്ക് മെസ്സേജ് കാർഡ് നോക്കട്ടെ. ഡിവൈൻ ഗൈഡൻസ് എന്നാണ് പറയുന്നത്. ഡിവൈൻ്റെ ഗൈഡൻസ് ആണിത്. അതായത് നിങ്ങളുടെ ലൈഫിൽ ഒരു കാർമിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പല കാര്യങ്ങളും അതിൽ നിന്ന് പഠിക്കാനും പാഠം ഉൾക്കൊള്ളാനും ഉണ്ട് എന്നുള്ളതിൻ്റെ ഡിവൈൻ ഗൈഡൻസ് ആണിത്. ഓക്കെ, ലേണിംഗ് എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ കാര്യങ്ങളിൽ അതായത് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പല കാര്യങ്ങളും പഠിക്കുകയും, അല്ലെങ്കിൽ നിങ്ങൾ എന്നല്ല, നിങ്ങൾ പേഴ്സൺ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരങ്ങനെ പല കാര്യങ്ങളും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന സിറ്റുവേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് നോക്കാം. ഇഫ് യു ബിലീവ് എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ മനസ്സിൽ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യം, അതാണ് നടക്കുന്നത്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നോ അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്നത്, ആ കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അതാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്.
ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് എന്നാണ്. ഈ ഒരു സിറ്റുവേഷനിൽ ചേഞ്ച് വരും. നിങ്ങളുടെ പേഴ്സണ് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡ് ചെയ്യാനും നിങ്ങളിലേക്ക് തിരിച്ചു വരാനും പറ്റുമെന്നാണ് കാണിക്കുന്നത്. വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് എന്നാണ്. അടുത്ത ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കും, എന്തെങ്കിലും ഒരു ചേഞ്ച് വരും എന്നുള്ളതാണ് കാണിക്കുന്നത്. നമുക്ക് കുറച്ച് ക്ലൂസ് നോക്കാം. 1998, 1992, ഏപ്രിൽ, 1989, തൃക്കേട്ട, കാർത്തിക, രോഹിണി, ഡിസംബർ, ഉത്രട്ടാതി, അനീഴം, ഭരണി, 1995, ലെറ്റർ ആർ, ലെറ്റർ ഇ, ചോതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.